Everyone, welcome to today's class. ഇന്നത്തെ ടോപ്പിക് എന്നുള്ളത് ഫസ്റ്റ് ടോപ്പിക് ഡബ്ലി ലിങ്ക് ലിസ്റ്റ് ആണ്, ദെൻ സർക്കുലർ ലിങ്ക് ലിസ്റ്റ്, ദെൻ ബൈനറി ട്രീ. ഇത്രയും ടോപ്പിക്സ് ആണ് ഈ ഒരു സെക്ഷനിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് കേസ് ഡബ്ലി ലിങ്ക് ലിസ്റ്റ് ആണ്. എന്താണ് ലിങ്ക് ലിസ്റ്റ് എന്ന് പ്രീവിയസ് സെക്ഷനിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോ ഈ സെക്ഷനിൽ വരുന്നത് ഡബ്ലി ലിങ്ക് ലിസ്റ്റ് ആണ്. സോ സിംഗിൾ ലിങ്ക് ലിസ്റ്റിന്റെ കേസിൽ വരുന്നത് ഫോർവേഡ് മൂവ്മെന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഫോർവേഡ് മൂവ്മെന്റ് മാത്രമേ അതിൽ പോസിബിൾ ആവുന്നുള്ളൂ. കാരണം ഓരോ നോഡിലും നെക്സ്റ്റ് വരുന്ന നോഡിന്റെ അഡ്രസ് ആണ് സ്റ്റോർ ചെയ്യുന്നത്. സോ ഡബ്ലി ലിങ്ക് ലിസ്റ്റ് വരുമ്പോൾ ഒരു ഫോർവേഡ് മൂവ്മെന്റും ബാക്ക്വേർഡ് മൂവ്മെന്റും പോസിബിൾ ആവുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തതാണ് ഡബ്ലി ലിങ്ക് ലിസ്റ്റ്. ഇറ്റ് ഈസ് എ വേരിയേഷൻ ഓഫ് ലിങ്ക് ലിസ്റ്റ് ഇൻ വിച്ച് നാവിഗേഷൻ ഈസ് പോസിബിൾ ഇൻ ബോത്ത് വേസ്, either forward and backward, easily as compared to single linked list. Following are the important terms to understand the concept of double link. So നമുക്ക് ഫോർവേഡ് മൂവ്മെന്റും ബാക്ക്വേർഡ് മൂവ്മെന്റും പോസിബിൾ ആവാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് ലിങ്ക് ലിസ്റ്റ് ആണ് ഡബ്ലി ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഈ ലിങ്ക് ലിസ്റ്റിന്റെ ഒരു നോഡിൽ, ഒരു സിംഗിൾ നോഡിൽ 3 ടേംസ് ആണ് ഉണ്ടാവുക. ഒന്ന് ലിങ്ക്, ദെൻ നെക്സ്റ്റ്, പ്രീവിയസ്. സോ ഇതിന്റെ കേസിൽ ലിങ്ക് അല്ല, ഡാറ്റയാണ്. ഈച്ച് ലിങ്ക് ഓഫ് എ ലിങ്ക് ലിസ്റ്റ് ക്യാൻ സ്റ്റോർ എ ഡാറ്റ കോൾഡ് ആൻ എലമെന്റ്. സോ ഫസ്റ്റ് ഉണ്ടാകുന്ന എലമെന്റ് ആണ് ഇവിടെ. നമുക്ക് ഫസ്റ്റ് മിഡിലായിട്ട് നമ്മൾ എന്ത് സ്റ്റോർ ചെയ്യും? ഡാറ്റ പാർട്ട് സ്റ്റോർ ചെയ്യും. ദെൻ നെക്സ്റ്റും പ്രീവിയസും. നെക്സ്റ്റ് മീൻസ് അടുത്ത നോഡിന്റെ. ഓക്കെ, സെക്ഷനിൽ നെക്സ്റ്റ് നോഡിന്റെ അഡ്രസ് ഏതാണോ അതാണ് നെക്സ്റ്റിൽ സ്റ്റോർ ചെയ്യുക. പ്രീവിയസ് നോഡിന്റെ അഡ്രസ് പ്രീവിയസിൽ സ്റ്റോർ ചെയ്യും. ഈച്ച് ലിങ്ക് ഓഫ് എ ലിങ്ക് ലിസ്റ്റ് കണ്ടെയ്ൻസ് എ ലിങ്ക് ടു ദ പ്രീവിയസ് ലിങ്ക് കോൾഡ് പ്രീവിയസ്. അതേപോലെ നെക്സ്റ്റിന്റെ കേസിൽ contains the link to the next link called next. So ഒരു നോഡിൽ എന്നുള്ളത് 3 പാർട്ടാണ്. ഡാറ്റ പാർട്ട് will be there, next part will be there, and previous part will be there. Okay, then ഡബ്ലി ലിങ്ക് ലിസ്റ്റ് റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു ഹെഡ് നോഡ് ഉണ്ടാവും. ദെൻ ഫസ്റ്റ് നോഡിന്റെ കേസിൽ പ്രീവിയസ് നോഡ് നൾ ആയിരിക്കും. സോ അതിന് പ്രീവിയസ് പാർട്ട് ഇല്ലാത്തത് കൊണ്ടാണ്. ദെൻ നമുക്കായിട്ട് ഡാറ്റ പാർട്ട് നെക്സ്റ്റ് നോഡ് നെക്സ്റ്റ് ലെവലിൽ പോയിന്റ് ചെയ്യും. ദെൻ ഈ സെക്ഷനിൽ ഏറ്റവും ലാസ്റ്റത്തെ നോഡിന്റെ നെക്സ്റ്റ് സെക്ഷനും നൾ ആയിരിക്കും. Then doubly linked list contains a link element called the first and last. Each link carries a data field and 2 link field called next and previous. Each link is linked with its next link using the next link and linked with its previous link using its previous link. The last link carries a link as null to mark the end of the last link. നൾ ക്യാരക്ടർ കണ്ടെയും നെക്സ്റ്റ് പാർട്ടിൽ. സോ അത് എന്താണ് പറയുന്നത്? അത് എൻഡ് ഓഫ് ദ ലിങ്ക് ലിസ്റ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് ലിങ്കിൽ നള്ളായിട്ട് കൊടുക്കുന്നത്. ഇതിൽ കൊടുക്കാവുന്ന ബേസിക് ഓപ്പറേഷൻസ് ആണ് ഇവിടെ ഉള്ളത്. ഇൻസേർഷൻ എന്ന് പറഞ്ഞാൽ ആഡ്സ് ആൻ എലമെന്റ് അറ്റ് ദി ബിഗിനിങ് ഓഫ് ലിസ്റ്റ് ആൻഡ് ഡിലീഷൻ ആൻഡ് ഡിലീറ്റ് ആൻ എലമെന്റ് അറ്റ് ദി ബിഗിനിങ് ഓഫ് ലിസ്റ്റ്. ദെൻ അതേപോലെ ഇൻസേർട്ട് ലാസ്റ്റ്, ഡിലീറ്റ് ലാസ്റ്റ്. ലാസ്റ്റ് എലമെന്റ് ഡിലീറ്റ് ചെയ്യുന്നതും ലാസ്റ്റ് എലമെന്റിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നതാണ്. ദെൻ ഇൻസേർട്ട് ആഫ്റ്റർ ഒരു സ്പെസിഫിക് ഐറ്റം കഴിഞ്ഞിട്ട് ഇൻസേർട്ട് ചെയ്യുന്നതാണ്. ഡിലീറ്റ് എന്നാൽ ലിസ്റ്റിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ എലമെന്റ് ബേസ് ആയിട്ട് ഡിലീറ്റ് ചെയ്യുക. ദെൻ വി ക്യാൻ ഡിസ്പ്ലേ ഫോർവേഡ് ആൻഡ് ഡിസ്പ്ലേ ബാക്ക്വേർഡ്. ഫസ്റ്റ് ഓപ്പറേഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇൻസേർഷൻ ഓപ്പറേഷൻ ആണ്. ബിഗിനിങ്ങിൽ ഇൻസേർട്ട് ചെയ്യുന്ന പാർട്ടാണ്. സെക്കൻഡ് ഒരു നോഡ് ക്രിയേറ്റ് ചെയ്തു. നോഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിന്റെ ഡാറ്റ ഫീൽഡ്, ലിങ്ക് എന്നാണ് നോഡിന്റെ പേര് കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഡാറ്റ ഫീൽഡിൽ ഡാറ്റ ഇൻസേർട്ട്. സോ നമുക്ക് ഒരു ലിങ്ക് ഇതുപോലെ ഒരു നോഡ് ക്രിയേറ്റ് ചെയ്തു, ഇവിടെ ഡാറ്റ ഇൻസേർട്ട് ചെയ്തു. ഇനി വേണ്ടത് ഇതിന്റെ പ്രീവിയസ് നോഡും നെക്സ്റ്റ് നോഡിലും എന്താണ് വാല്യൂ വരേണ്ടത് അതാണ് ചെക്ക് ചെയ്യുന്നത്. ദെൻ ഫസ്റ്റ് ഇതിന്റെ നള്ളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ദെൻ ഇത് ഹെഡിൽ, നമുക്കിത് ഫസ്റ്റ് നോഡ് ആയിരിക്കുമ്പോൾ ഹെഡ് ഇതിലേക്ക് പോയിന്റ് ചെയ്യാണ് വേണ്ടത്. നെക്സ്റ്റ് വേറൊരു ഓൾറെഡി ഒരു ഫസ്റ്റ് നോഡ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇതിനെ ഫസ്റ്റ് നോഡ് ആക്കിയിട്ട് ഇത് സെക്കൻഡ് നോഡായിട്ട് മാറും. അങ്ങനെ സെക്കൻഡ് നോഡായിട്ട് മാറുമ്പോൾ ഇതിന്റെ പ്രീവിയസിലേക്ക് ഹെഡിനെ കൊടുത്തിട്ട് ഇതിന്റെ പ്രീവിയസിലേക്ക് ഇതിന്റെ, അതായത് ഈ ന്യൂ നോഡിന്റെ അഡ്രസ് ഫസ്റ്റ് നോഡിന്റെ പ്രീവിയസിലേക്ക് ആഡ് ചെയ്യണം. അങ്ങനെയാണ് കൊടുക്കുന്നത്. സോ ഫസ്റ്റ് എന്ത് ചെയ്തു? നോഡ് ക്രിയേറ്റ് ചെയ്തു. ലിങ്ക് എന്നാണ് നോഡിന്റെ പേര്. അതിന്റെ ഡാറ്റ ഫീൽഡിലേക്ക് ഡാറ്റ കൊടുത്തു. ഇനി എം ടി ആണോ എന്ന് ചെക്ക് ചെയ്തു. എം ടി ആണെങ്കിൽ ദാറ്റ് മീൻസ് അത് ഫസ്റ്റ്, അത് വേറെ നോഡ്സ് അതിലില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ആയിട്ട് ഈ ലിങ്കിനെ സെറ്റ് ചെയ്തു. അതല്ലെങ്കിൽ ഫസ്റ്റിന്റെ പ്രീവിയസ് ലിങ്ക് അപ്ഡേറ്റ് ചെയ്യുക. അതാണ് ഹെഡിന്റെ പ്രീവിയസിലേക്ക് ഈ ലിങ്ക് പാസ് ചെയ്തു. ദെൻ എന്താണ് ചെയ്യുന്നത്? ലിങ്കിന്റെ നെക്സ്റ്റിലേക്ക് ഹെഡിലുള്ള വാല്യൂ, കാരണം ഹെഡിലുള്ള വാല്യൂ എന്താണ്? പഴയ നോഡിന്റെ വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. സോ ഹെഡിന്റെ വാല്യൂ എന്ത് ചെയ്തു? നെക്സ്റ്റ് നോഡിലേക്ക് കൊടുത്തു. ദെൻ ഹെഡിനെ പോയിന്റ് ഹെഡ് ഈസ് ഈക്വൽ ടു ലിങ്ക് ആയിട്ട് കൊടുത്തു. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്തു? ഈ പുതിയ വന്നിരിക്കുന്ന ഈ ഒരു കണക്ഷൻ ഇവിടുന്ന് കൊടുത്തിട്ട് മാറ്റിയിട്ട് ഈ ഒരു കണക്ഷൻ ഇവിടെ പോസിബിൾ ആക്കിയിട്ട് മാറ്റി. ദെൻ നെക്സ്റ്റ് കേസ് എന്നുള്ളത് ഡിലീഷൻ ഓപ്പറേഷൻ ആണ്. ഫസ്റ്റ് ആയിട്ടുള്ള നോഡിനെ ഡിലീറ്റ് ചെയ്യാനുള്ള ഇതാണ് വരുന്നത്. ഫസ്റ്റ് ഒരു ടെമ്പ് ലിങ്ക് ക്രിയേറ്റ് ചെയ്തു. അത് ഹെഡിനെ പോയിന്റ് ചെയ്ത് കൊടുത്തു. ദെൻ
ഇഫ് ഓൺലി വൺ ലിങ്ക് എന്ന് പറഞ്ഞാൽ ഒറ്റൊരു ലിങ്ക് മാത്രമേ, ഒറ്റൊരു നോഡ് മാത്രമേ ആ ഒരു പെർട്ടിക്കുലർ ലിങ്ക് ലിസ്റ്റിലുള്ളൂ. അങ്ങനെയാണെങ്കിൽ ലിങ്ക് ലിസ്റ്റ് എന്താണ് പിന്നെ നള്ളായിട്ട് സെറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഹെഡ് ഓഫ് നെക്സ്റ്റ് ഇസിക്കൽ നള്ളാണെങ്കിൽ ലാസ്റ്റ് ഇസിക്കൽ ടു നള്ളായിട്ട് സെറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഹെഡിന്റെ നെക്സ്റ്റിന്റെ പ്രീവിയസ് നള്ളാക്കിയിട്ട് കൊടുക്കും. ഓക്കെ, ഹെഡിന്റെ നെക്സ്റ്റ് വാല്യൂ എന്താണോ അത് നള്ളാക്കിയിട്ട് കൊടുത്തു. അതായത് ആ ഒരു കണക്ഷൻ അവിടെ, അതായത് ഇത് ഹെഡാണ്, ഹെഡിന് ഈ ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ ആ കണക്ഷൻ അവിടെ കളയാണ് ചെയ്യുന്നത്. സോ നമുക്ക് എന്ത് ചെയ്തു, ഈ പെർട്ടിക്കുലർ വാല്യൂ അവിടെ ഇല്ല. ദെൻ ഹെഡ് ഈസ് ഇക്വൽ ടു ഹെഡ് ഓഫ് നെക്സ്റ്റ്. സോ ഈ ഡയറക്റ്റ് ആയിട്ട് നെക്സ്റ്റ് നോഡ് എന്താണ് ആ നോഡിലേക്ക് പോയിന്റ് ചെയ്ത് കൊടുക്കും. ദെൻ ആ ലിങ്ക് നമുക്ക് ഇത് റിട്ടേൺ ചെയ്തു. ഇങ്ങനെയാണ് ഫസ്റ്റ് എലമെന്റ് ഡിലീറ്റ് ചെയ്യുന്നത്. ദെൻ ഇൻസേർഷൻ അറ്റ് ദ എൻഡ് ആണ്, ഏറ്റവും ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്യാനാണ്. സോ ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്യുന്ന കേസിൽ ഫസ്റ്റ് നേരത്തെ കേസിൽ തന്നെയാണ് ഇവിടെ ഒരു നോഡ് ക്രിയേറ്റ് ചെയ്തു, നോഡിന്റെ പേര് ലിങ്ക് എന്നാണ്, അതിന്റെ ഡാറ്റ ഫീൽഡിലേക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്തു. ദെൻ എം ടി ആണോ ചെക്ക് ചെയ്തു, എം ടി ആണെങ്കിൽ അതിനെ ലാസ്റ്റ് നോഡായിട്ട് സെറ്റ് ചെയ്യും. അതല്ലെങ്കിൽ ലാസ്റ്റിന് നെക്സ്റ്റ് ലിങ്ക് ആയിട്ട് സെറ്റ് ചെയ്യും. ലാസ്റ്റിന് ഏറ്റവും ലാസ്റ്റിലെ നോഡാണ്, അതിന്റെ നെക്സ്റ്റിലേക്ക് ആ ലിങ്കിന്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്തു. ദെൻ ലിങ്കിന്റെ പ്രീവിയസിലേക്ക് ലാസ്റ്റ് നോഡ് കൊടുക്കും, ലാസ്റ്റ് ഇസിക്കൽ ടു ലിങ്ക് ആയിട്ട് സെറ്റ് ചെയ്യും. ഇത്രയാണ് അറ്റ് എൻഡ് ഇൻസേർട്ട് ചെയ്യാനുള്ള പ്രൊസീജിയർ. നെക്സ്റ്റ് കേസ് സർക്കുലർ ലിങ്ക് ലിസ്റ്റ് ആണ്. ഡബിൾ ലിങ്ക് ലിസ്റ്റ് പോലെ തന്നെ നെക്സ്റ്റ് സ്പെഷ്യൽ ടൈപ്പ് ലിങ്ക് ലിസ്റ്റ് ആണ് സർക്കുലർ ലിങ്ക് ലിസ്റ്റ്. സോ സർക്കുലർ ലിങ്ക് ലിസ്റ്റിന്റെ കേസിൽ സർക്കുലർ ക്യൂ പോലെ തന്നെയാണ്, അതായത് ലാസ്റ്റ് നോഡ് പോയിന്റ്സ് ടു ദ ഫസ്റ്റ് നോഡിലേക്ക് പോയിന്റ് ചെയ്യും. It's a variation of linked list in which the first element points to the last element and the last element points to the first element. നമുക്ക് ഫസ്റ്റ് എലമെന്റ് ലാസ്റ്റ് എലമെന്റിനെയും പോയിന്റ് ചെയ്യും, അതേപോലെ ലാസ്റ്റ് എലമെന്റ് ഫസ്റ്റ് എലമെന്റിനെയും പോയിന്റ് ചെയ്യും. Both single linked list and double linked list can be made into circular linked list. So ഈ ഒരു കേസ് എന്നുള്ളത് സിംഗിൾ ലിങ്ക് ലിസ്റ്റ് സർക്കുലർ ലിങ്ക് ലിസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്തതാണ്. ഈ ഒരു കേസ് എന്നുള്ളത് ഡബിൾ ലിങ്ക് ലിസ്റ്റിനെ സർക്കുലർ ലിങ്ക് ലിസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്തതാണ്. ഇവിടുത്തെ കേസിൽ ഈ ഒരു പ്രീവിയസ് ലാസ്റ്റ് നോഡിന്റെ പ്രീവിയസിനെ പോയിന്റ് ചെയ്യും, ലാസ്റ്റിനെ നെക്സ്റ്റ് ഇതിന്റെ പ്രീവിയസിനെ പോയിന്റ് ചെയ്യും. സോ അതിലുള്ള ബേസിക് ഓപ്പറേഷൻ സാധാരണ പോലെ തന്നെയാണ്, ഇൻസേർട്ട്, ഡിലീറ്റ് ആൻഡ് ഡിസ്പ്ലേ ഓപ്പറേഷൻസ് ആണ്. സോ ഇവിടെ കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് കേസ് സർക്കുലർ ലിങ്ക് ലിസ്റ്റിന്റെ ഇൻസേർഷൻ ഓപ്പറേഷൻ ആണ്. സിംഗിളി സർക്കുലർ ലിങ്കിന്റെ കേസാണ്. ഫസ്റ്റ് ആയിട്ട് ഒന്നാമത്തായിട്ട് ഫസ്റ്റ് നോഡായിട്ട് അത് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്തു, ഒരു നോഡ് ക്രിയേറ്റ് ചെയ്തു. ദെൻ നോഡിന്റെ ഡാറ്റയായിട്ട് സെറ്റ് ചെയ്യും. ചെക്ക് ചെയ്യുന്ന നെക്സ്റ്റ് എന്താണ്, ലിസ്റ്റ് എം ടി ആണോ ചെക്ക് ചെയ്യും. എം ടി ആണെങ്കിൽ ഹെഡിനെ നോഡായിട്ട് സെറ്റ് ചെയ്യും, നെക്സ്റ്റ് ഓഫ് നോഡ് ഹെഡായിട്ട് സെറ്റ് ചെയ്യും. അതായത് ഫസ്റ്റ് നോഡായിട്ട് സെറ്റ് ചെയ്യാണ്, കാരണം എം ടി ആണ്, ദാറ്റ് മീൻസ് അവിടെ വേറെ നോഡ് ഇല്ല എന്നാണ്. സോ ഫസ്റ്റ് നോഡായിട്ട് അതിനെ സെറ്റ് ചെയ്യും. അതല്ലെങ്കിൽ കാരണം ഇത് ഫസ്റ്റ് നോഡല്ല, വേറെ നോഡ്സ് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ ടെമ്പ് ഈക്വൽ ടു ഹെഡിലുള്ള വാല്യൂ ഒരു ടെമ്പിലേക്ക് എടുത്ത് വെക്കും. ദെൻ എന്ത് ചെയ്തു, ടെമ്പ് ഈസ് ഈക്വൽ ടു നെക്സ്റ്റ് ഓഫ് ടെമ്പ്, നമുക്ക് എന്താണ് മാറ്റി പോവാണ്. ദെൻ ഇവിടെ കണ്ടോ, വൈൽ നെക്സ്റ്റ് ഓഫ് ടെമ്പ് ഈസ് നോട്ട് ഹെഡ്, അതായത് നെക്സ്റ്റ് നമ്മൾ അതായത് നമ്മൾ സർക്കുലർ ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. നെക്സ്റ്റ് ഓഫ് ടെമ്പ് ഹെഡ് അല്ലാത്തതിനും നമ്മൾ എന്ത് ചെയ്യും, ടെമ്പ് ഈസ് ഈക്വൽ ടു നെക്സ്റ്റ് ഓഫ് ടെമ്പ്, നമുക്ക് അങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ട് വരും. ദെൻ ലാസ്റ്റ് എന്ത് ചെയ്യും, നെക്സ്റ്റ് ഓഫ് നോഡ് ഹെഡായിട്ട് സെറ്റ് ചെയ്യും, നെക്സ്റ്റ് ഓഫ് ടെമ്പ് നോഡായിട്ട് സെറ്റ് ചെയ്യും, ഹെഡ് ഈസ് ഈക്വൽ ടു നോഡായിട്ട് സെറ്റ് ചെയ്യും. ദെൻ അവിടെ ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് ആയിട്ട് അത് ഇൻസേർട്ട് ചെയ്യാനുള്ള ഓപ്പറേഷൻസ്. സോ അത് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു സിംഗിൾ സർക്കുലർ ലിങ്ക് ലിസ്റ്റ് കൺസിഡർ ചെയ്യാം. സോ ഈ ഒരു കേസാണ് സിംഗിൾ സർക്കുലർ ലിങ്ക് ലിസ്റ്റ് വരുന്നത്. സോ ഇത് ഹെഡ് പോയിന്റ് ചെയ്യുന്നത് ഫസ്റ്റ് നോഡിനെയാണ്. സോ നമ്മളൊരു പുതിയ നോഡ് ക്രിയേറ്റ് ചെയ്തു, ഇതാണ് നോഡ്, അതിന്റെ ഡാറ്റ ഫീൽഡ് ഉണ്ട്, അതിന്റെ നെക്സ്റ്റ് ഫീൽഡ് ഉണ്ട്, ഇതിന്റെ പേര് നോഡ് എന്നാണ്. ഓക്കെ, സോ ഫസ്റ്റ്ലി നമുക്ക് ചെക്ക് ചെയ്യുന്ന ഇവിടെ കണ്ടോ, ഇവിടെ നോഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ഹെഡ് ഇസിക്കൽ ടു നോഡ് ആയിട്ട്, അതായത് എം ടി ആണെങ്കിൽ ഫസ്റ്റ് നോഡ്, അത് കുഴപ്പമില്ല. ദെൻ നെക്സ്റ്റ് കേൾക്കുന്നത് ടെമ്പ് ഇസിക്കൽ ടു ഹെഡ്. ഈ ഫസ്റ്റ് നോഡ് നമ്മൾ എന്ത് ചെയ്യും, ടെമ്പ് ആയിട്ട് സെറ്റ് ചെയ്യും, ഹെഡ് പോയിന്റ് ചെയ്യുന്ന നോഡ് ഏതാണ് അത് ടെമ്പ് ആയിട്ട് സെറ്റ് ചെയ്തു. ദെൻ ഇവിടെ ഒരു എന്താണ് നമുക്ക് ആക്സ് ചെയ്യാണ്, ഓരോന്നിനും 1 by 1 ആയിട്ട് നോഡിനെ എടുത്തിട്ട് ലാസ്റ്റ് നോഡിലേക്ക് എത്താനാണ് ഇവിടെ കൊടുത്തിരുന്നത്. നെക്സ്റ്റ് ഓഫ് ടെമ്പ് ഹെഡ് അല്ലെങ്കിൽ ടെമ്പ് ഇസിക്കൽ നെക്സ്റ്റ് ഓഫ് ടെമ്പ്. സോ നമുക്ക് ഈ ഒരു ലൂപ്പ് കഴിയുമ്പോൾ ടെമ്പ് എന്നുള്ളത് ലാസ്റ്റ് നോഡിലേക്ക് വന്നിട്ടുണ്ടാവും. സോ അങ്ങനെയാണെങ്കിൽ ഈ 3 ലൈനിൽ ചെയ്യുന്നത് നെക്സ്റ്റ് ഓഫ് നോഡ് ഇസിക്കൽ ഹെഡ്, ഈ നോഡിന്റെ നെക്സ്റ്റ് ഫീൽഡിൽ ഹെഡിന്റെ വാല്യൂ കൊടുക്കും. സോ ഇവിടെ ഒരു കണക്ഷൻ ഇങ്ങനെ വരിക, ഇവിടെ ഹെഡിന്റെ വാല്യൂ വരുമ്പോൾ ഇവിടെ ഒരു കണക്ഷൻ ഇങ്ങനെ വരികയാണ്. ദെൻ നെക്സ്റ്റ് ഓഫ് ടെമ്പ് ഇസിക്കൽ ടു നോഡ്, ടെമ്പിന്റെ നെക്സ്റ്റിലേക്ക് ഉള്ള വാല്യൂ ഇവിടെ നമുക്ക് എന്ത് ചെയ്തു, നോഡിന്റെ വാല്യൂ കൊടുത്തു. അതോ സോ ഈ ഒരു കണക്ഷൻ ഇവിടുന്ന് പോയിട്ട് ഈ ടെമ്പിന്റെ വാല്യൂ നേരെ ഇവിടത്തേക്കാണ് കണക്ട് ചെയ്യുന്നത്, ഈ ഒരു പുതിയ നോഡിലേക്ക് കണക്ഷൻ വരും. ദെൻ ഹെഡ് ഇസിക്കൽ നോഡ്, ഈ ഹെഡിന്റെ കണക്ഷൻ ഇവിടുന്ന് മാറിയിട്ട് ഈ നോഡിനെ പോയിന്റ് ചെയ്യും. സോ അവിടെ എന്ത് ചെയ്തു, അവിടെ ആ രീതിയിലുള്ള ഒരു കണക്ഷൻ ഫോം ചെയ്തു. ഇത് നെക്സ്റ്റ് സെക്കൻഡ് നോഡായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന നോഡ് എന്നുള്ളത് ഫസ്റ്റ് നോഡായിട്ട് ചേഞ്ച് ആവും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്,
ഇൻസേർഷൻ അറ്റ് ദ ബിഗിനിങ്, സർക്കുലർ ലിങ്ക് ലിസ്റ്റിന്റെ ഇൻസേർഷൻ അറ്റ് ബിഗിനിങ് ചെയ്യുന്നത്. നെക്സ്റ്റ് കേസ് എന്നുള്ളത് ഡിലീഷൻ ഓപ്പറേഷൻ ആണ്. അവിടെ നോക്കുക നള്ളാണോ ചെക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ അവിടെ നോഡ് ഇല്ല എന്നാണ് മീനിങ്. അണ്ടർഫ്ലോ അത് റിട്ടേൺ ചെയ്യും. Else if next of head is equal to head, then head is equal to null. See first സിംഗിൾ നോഡ് ആണെങ്കിൽ അത് അവിടെ ഡിലീറ്റ് ചെയ്തു ആ ഹെഡിനെ ഡീഅലോക്കേറ്റ് ചെയ്യും. ഇനി അതല്ല ഒന്നിൽ കൂടുതൽ നോഡ്സ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഹെഡിനെ എന്ത് ചെയ്യും, PTR ആയിട്ട് സെറ്റ് ചെയ്തു. ദെൻ എന്ത് ചെയ്തു, ഓരോന്നായിട്ട് എന്ത് ചെയ്യും, പാസ് ചെയ്ത് പോകും. ഹെഡിനെ ഡീഅലോക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യണം, ഫസ്റ്റ് നോഡ് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നതെങ്കിൽ ഡിലീഷൻ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നോഡ് ഞാൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അവിടെ രണ്ട് കണക്ഷൻ ഉണ്ടാവും. നെക്സ്റ്റ് നോഡിലേക്കും പ്രീവിയസ് നോഡിലേക്കുള്ള കണക്ഷൻ, അതായത് ലാസ്റ്റ് നോഡിലേക്കുള്ള കണക്ഷൻ ഉണ്ടാവും. അത് രണ്ടും കളയാണ് ഇവിടെ ചെയ്യുന്നത്. നെക്സ്റ്റ് ഓഫ് PTR ഇസിക്കൽ നെക്സ്റ്റ് ഓഫ് ഹെഡ് ആയിട്ട് സെറ്റ് ചെയ്യും. ഹെഡിനെ ഡീഅലോക്കേറ്റ് ചെയ്യും. ഹെഡ് ഇസിക്കൽ നെക്സ്റ്റ്, അതായത് നെക്സ്റ്റ് നോഡിനെ അത് പോയിന്റ് ചെയ്യും. അങ്ങനെയാണ് ഡിലീഷൻ ഓപ്പറേഷൻ വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് ഡിസ്പ്ലേ ഓപ്പറേഷൻ ആണ്. ജസ്റ്റ് ആ ഫയൽ മൊത്തം ഡിസ്പ്ലേ ചെയ്യിക്കാനുള്ള പാർട്ടാണ്. ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഹെഡ് നള്ളാണോ ചെക്ക് ചെയ്യും. അതിനാണെങ്കിൽ ഒന്നും പ്രിന്റ് ചെയ്യാനുള്ള റിട്ടേൺ ചെയ്യും. അതല്ലെങ്കിൽ ഫസ്റ്റ് നോഡ് PTR ആയിട്ട് സെറ്റ് ചെയ്യും. ദെൻ ഇത് ഐട്രേഷൻ ആണ്, ലൂപ്പ് വരും. ഫസ്റ്റ് PTRന്റെ ഡാറ്റ ചെയ്യിച്ചു പ്രിന്റ് ചെയ്യിക്കും. ദെൻ നെക്സ്റ്റ് നോഡിലേക്കാണ് പോയിട്ടാണ് PTR ഓഫ് നെക്സ്റ്റ് കൊടുക്കുന്നത്. ആ PTRന്റെ ഡാറ്റയും എന്ത് ചെയ്യും, ഔട്ട്പുട്ട് ചെയ്യും. ദെൻ അത് നെക്സ്റ്റ് ഹെഡ് ആവുന്നവരെ ഇത് ഐട്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് ഡിസ്പ്ലേ ഓപ്പറേഷൻ വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് ടോപ്പിക് എന്നുള്ളത് ബൈനറി ട്രീ ആണ്. Binary tree is a type of non-linear data structure with a maximum of 2 children for each parent. So സാധാരണ ട്രീ എന്നുള്ളത് കൺസെപ്റ്റിൽ നിന്ന് ബൈനറി ട്രീ എന്നുള്ള കൺസെപ്റ്റ് എന്താണ്, നമുക്ക് ഇങ്ങനെ ഈ ഒരു വർക്ക്, അതായത് നമ്മുടെ സാധാരണ ലീനിയർ ഡാറ്റ സ്ട്രക്ചറിൽ നിന്ന് മാറിയിട്ട് നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചറിലേക്കാണ് ബൈനറി ട്രീ ആൻഡ് ഗ്രാഫ് വരുന്നത്. സോ നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഇത്രയും നേരം റെപ്രസെന്റ് ചെയ്ത ആ ഡാറ്റയുടെ ഓർഡർ എന്നുള്ളത് ലീനിയർ ആയിരുന്നു, സീക്വൻഷ്യൽ ആയിരുന്നു. അവിടെ നിന്ന് മാറിയിട്ട് ഡാറ്റ റെപ്രസെന്റേഷൻ എന്നുള്ളത് നോൺ സീക്വൻഷ്യൽ ആണ്, നോൺ ലീനിയർ ആയിട്ട് ഡാറ്റ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ആ ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ വരുന്ന ട്രീയിൽ വരുന്നത്. സോ ഇവിടെ മെയിൻ ആയിട്ട് നമുക്ക് ട്രീയുടെ കുറെ കൺസെപ്റ്റ് ഉണ്ട്. മെയിൻ കൺസെപ്റ്റ് ഉണ്ട്, എന്താണ് റൂട്ട് നോഡ്, എന്താണ് അതിന്റെ സിബ്ലിങ്സ്, എന്താണ് അതിന്റെ ചൈൽഡ്, എന്താണ് പാരന്റ് നോഡ്, എന്താണ്, അങ്ങനെ ഒരുപാട് കൺസെപ്റ്റ് വരുന്നുണ്ട്. സോ ബൈനറി ട്രീ എന്ന് പറയുന്നത് നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ആണ്. ഓരോ പാരന്റിനും 2 ചൈൽഡ് എങ്കിലും ഉണ്ടാവണം. സോ സാധാരണ ഒരു ട്രീയുടെ കേസിൽ ഇറ്റ് ക്യാൻ ഹാവ് മോർ ദാൻ 2 ചിൽഡ്രൻ. സോ ഇവിടുത്തെ ബൈനറി ട്രീ എന്നുള്ള കൺസെപ്റ്റ് എടുക്കുമ്പോൾ എവറി പാരന്റ് വിൽ ഹാവ് എ 2 ചിൽഡ്രൻ. എന്താണ്, മാക്സിമം 2 ചിൽഡ്രൻ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. എവറി നോഡ് ഇൻ എ ബൈനറി ട്രീ ഹാസ് എ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് റെഫറൻസ് അലോങ് വിത്ത് ദ ഡാറ്റ എലമെന്റ്. സോ ഓരോ നോഡിനും റൈറ്റ് റെഫറൻസ് ഉണ്ടാവും, ലെഫ്റ്റ് റെഫറൻസ് ഉണ്ടാവും, അതിന്റെ ഒപ്പം തന്നെ ഒരു ഡാറ്റ പാർട്ട് ഉണ്ടാവും. സോ അത് ലിങ്ക് ലിസ്റ്റ് റെപ്രസെന്റേഷൻ ആണെങ്കിൽ നമ്മുടെ കേസിൽ ഇവിടെ റൈറ്റ് റെപ്രസെന്റേഷൻ, ഡാറ്റ ആൻഡ് ലെഫ്റ്റ് റെപ്രസെന്റേഷൻ ഉണ്ടാവും. The node at the top of the hierarchy of a tree is called root node. So first നോഡിനെ, ഏറ്റവും മുകളിലുള്ള നോഡിനെ നമ്മൾ എന്ത് പറയും, റൂട്ട് നോഡ് എന്ന് പറയും. The nodes that hold other sub nodes are called parent node. So അതിന് താഴെ സബ് നോഡ്സ് ഉള്ള നോഡ്സിനൊക്കെ നമ്മൾ പാരന്റ് നോഡ് എന്ന് പറയും. And parent node has 2 child nodes, the left child and right child. Then hashing, routing data for network traffic, data compression, preparation, binary heap, and binary switch are some of the application that use a binary tree. നെക്സ്റ്റ് വരുന്നത് ബൈനറി ട്രീയുടെ കുറച്ച് ടെർമിനോളജീസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ നോഡ് ആണ്. ഇറ്റ് റെപ്രസെന്റ് ടെർമിനേഷൻ പോയിന്റിന്റെ ട്രീ. സോ നമുക്കൊരു സിംഗിൾ എലമെന്റിനെ അല്ലെങ്കിൽ സിംഗിൾ പാർട്ടിനെ നമുക്ക് നോഡ് എന്ന് പറയാം. ഓക്കെ, റൂട്ട് നോഡ് എന്ന് വെച്ചാൽ അതൊരു നോഡാണ്. റൂട്ട് നോഡ് വെച്ചാൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് നോഡ് ഏതാണോ അതിനാണ് റൂട്ട് നോഡ് എന്ന് പറയുന്നത്. പാരന്റ് നോഡ് വെച്ചാൽ ചൈൽഡ് നോഡിൽ അല്ലെങ്കിൽ സബ് നോഡ്സ് ഉള്ള നോഡ്സുകളെയാണ് ചൈൽഡ് നോഡ്, പാരന്റ് നോഡ് എന്ന് പറയുന്നത്. ഈ ഒരു കേസിൽ ഇങ്ങനെ ഒരു ട്രീ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ ട്രീയുടെ കേസിൽ ഇതൊരു റൂട്ട് നോഡാണ്. ഫസ്റ്റ് നോഡ് റൂട്ട് നോഡാണ്. അതേപോലെ തന്നെ ഇതൊരു പാരന്റ് നോഡ് കൂടിയാണ്, കാരണം അതിന് സബ് നോഡ്സ് ഉണ്ട്. ഇത് രണ്ടും, ഈ രണ്ട് നോഡ്സും അതിന്റെ സബ് നോഡ്സ് ആണ്, അല്ലെങ്കിൽ നമുക്ക് അതിന് ചൈൽഡ് നോഡ്സ് എന്ന് പറയാം. അതാണ് പാരന്റ് ആൻഡ് ചൈൽഡ്. എ നോഡ് ദാറ്റ് സ്ട്രേറ്റ് away came from a parent node when moving away from the root is the child node. Then we have leaf node. Leaf node external node, ഏറ്റവും താഴത്തെ ലെവലിലെ നോഡ്സ് ആണ്. ചൈൽഡ് നോഡ്സ് ഇല്ലാത്ത നോഡുകളെയാണ് ലീഫ് നോഡ് എന്ന് പറയുന്നത്. Then we have internal nodes. Internal nodes എന്ന് വെച്ചാൽ എന്താണ്, ഇന്നർ നോഡ്സ് ആണ്. ഒരു ചൈൽഡെങ്കിലും ഉള്ളിലുള്ള നോഡ്സിനെയാണ് ഇന്റേണൽ നോഡ്സ് എന്ന് പറയുന്നത്. അതേപോലെ ലീഫ് നോഡിനെ തന്നെയാണ് എക്സ്റ്റേണൽ നോഡ്സ് എന്നും പറയുന്നത്. Then we have depth of a tree, means number of edges from the tree's node to the root is called depth of a tree.
And also there is height of a tree means it is the number of edges from the node to the deepest leaf. ഏറ്റവും താഴത്തെ ലീഫിലേക്ക് പോകുന്ന number of edges ആണ്. The tree height is also considered as root height. So ഇതൊക്കെ കുറച്ച് ടേംസ് ആണ്, ഒരു ട്രീയുടെ കൺസെപ്റ്റ് ടേംസ് ആണ്. നെക്സ്റ്റ് കേസ് ബൈനറി ട്രീയുടെ കോമ്പോണൻസ് ആണ്. ഒരു ബൈനറി ട്രീ കമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ടേംസ് ആണ് ഉള്ളത് മെയിൻ ആയിട്ട്. ഒരു ഡാറ്റ എലമെന്റ് ഉണ്ടാവും, പോയിന്റർ ടു ലെഫ്റ്റ് സബ് ട്രീ ഉണ്ടാവും, ആൻഡ് പോയിന്റർ ടു റൈറ്റ് സബ് ട്രീ ഉണ്ടാവും. ഇതോടെ ഒരു ബൈനറി ട്രീയുടെ കൺസെപ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് നോഡ് നമ്മുടെ റൂട്ട് നോഡാണ്. ഏറ്റവും ഫസ്റ്റ് നോഡ് റൂട്ട് നോഡ് എന്ന് പറയും. റൂട്ട് നോഡിന്റെ ഡാറ്റ എലമെന്റ് എന്നുള്ളത് എ ആണ്. ഇത് ലെഫ്റ്റ് സബ് ട്രീ ആണ്, ഇത് റൈറ്റ് സബ് ട്രീ ആണ്. സോ ബി എന്നുള്ള ഒരു എലമെന്റ് ഉണ്ട്. ഈ ബിയുടെ ലെഫ്റ്റിലുള്ള വാല്യൂസ് ഉണ്ട്, അതാണ് ഡി എന്നുള്ളത്. ബിയുടെ ലെഫ്റ്റ് സബ് ട്രീ ആണ്. അവിടെ ഡി എന്നുള്ള വാല്യൂ ഉണ്ട്, ബട്ട് ബിക്ക് റൈറ്റ് സബ് ട്രീ ഇല്ല, അതുകൊണ്ടാണ് ഇവിടെ നള്ളായിട്ട് സെറ്റ് ചെയ്യുന്നത്. സിയുടെ കേസിൽ അതിന് ലെഫ്റ്റും ഉണ്ട് റൈറ്റും ഉണ്ട്. സോ അത് രണ്ടും ഡയറക്റ്റ് ആയിട്ട് പാസ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഈ താഴെയുള്ള ഇന്റേണൽ നോട്ട്സ് അഥവാ എക്സ്റ്റേണൽ നോട്ട്സ് അഥവാ ചൈൽഡ് നോട്ട്സ് അല്ലെങ്കിൽ ലീഫ് നോട്ട്സ് ഇങ്ങനെ പറയാം. ലീഫ് നോട്ട്സിന്റെ കേസിൽ അതിന് ലെഫ്റ്റും റൈറ്റും രണ്ടും നള്ളാണ്. These three binary tree components represent a node. So ഇത് മൂന്നും കൂടിയിട്ടാണ് ഒരു നോഡാണ്. ഏതൊക്കെയാണ്? ലെഫ്റ്റ് സബ് ട്രീയിലേക്കുള്ള റെഫറൻസ്, then ഡാറ്റ പാർട്ട്, then റൈറ്റ് സബ് ട്രീയിലേക്കുള്ള റെഫറൻസ്. The left pointer points to the child node forming the left subtree. The right pointer points to the child node at the right, creating the right subtree. So ഇങ്ങനെയാണ് ഒരു നോഡ് റെപ്രസെന്റേഷൻ. അതായത് ബൈനറിയുടെ കേസിൽ ഒരു നോഡ് ഈ രീതിയിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് ടൈപ്സ് ഓഫ് ബൈനറി ട്രീ ആണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബൈനറി ട്രീ നമുക്ക് അവൈലബിൾ ആണ്. ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് കേസ് എന്നുള്ളത് ഫുൾ ബൈനറി ട്രീ ആണ്. It is a special kind of binary tree that has either 0 children or 2 children. So 0 children ഉണ്ടാവാം, അല്ലെങ്കിൽ 2. ഏതൊരു പാരന്റിനെയും ആണ് പറയുന്നത്. ഏതൊരു പാരന്റിനെയും ഒന്നുകിൽ 0 children ഉണ്ടാവാം, അല്ലെങ്കിൽ 2 children ഉണ്ടാവാം. It means that all the nodes in that binary tree should either have 2 child node of its parent node, or the parent node is itself the leaf node or the external node. സോ ഒരു ഫുൾ ബൈനറി ട്രീയുടെ കേസിൽ പറഞ്ഞത് അതിന്റെ ചൈൽഡ് നോട്ട്സ് 2 ഉണ്ടായിരിക്കണം, അതല്ലെങ്കിൽ ചൈൽഡ് നോട്ട്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇൻ അതർ വേർഡ്സ്, എ ഫുൾ ബൈനറി ട്രീ is a unique binary tree where each node except the external node has 2 children. When it holds a single child, such a binary tree will not be a full binary tree. സോ ഒരു സിംഗിൾ ചൈൽഡ് മാത്രം ഉണ്ടെങ്കിൽ അതൊരിക്കലും ഒരു ഫുൾ ബൈനറി ട്രീ ആയിട്ട് മാറില്ല. അതിനൊരു എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് റൂട്ട് നോഡാണ്. റൂട്ട് നോഡിന് എന്തുണ്ട്? 2 ചൈൽഡ് ഉണ്ട്. ദെൻ ഇത് നെക്സ്റ്റ് ലെവലിലുള്ള ഒരു പാരന്റ് ആണ്. ഈ പാരന്റിനും 2 ചിൽഡ്രൻ ഉണ്ട്. ഈ പാരന്റ് കേസിലും ഇതിനും 2 ചിൽഡ്രൻ ഉണ്ട്. ഈ പാരന്റിനും 2 ചിൽഡ്രൻ ഉണ്ട്. ഈ ഒരു പാരന്റിന് എന്താണ്? അതിന് ചിൽഡ്രൻസ് ഇല്ല. സോ അത് പോസിബിൾ. സോ ഇതൊരു ഫുൾ ബൈനറി ട്രീ ആണ്. ദെൻ വി ഹാവ് കംപ്ലീറ്റ് ബൈനറി ട്രീ. കംപ്ലീറ്റ് ബൈനറി ട്രീന്റെ കേസിൽ മറ്റൊരു ടൈപ്പ് ബൈനറി ട്രീ ആണ് കംപ്ലീറ്റ് ബൈനറി ട്രീ, where all the tree levels are filled entirely with nodes except the lowest level of the tree. So എല്ലാ ലെവലും ഫുൾ ലെവൽസ് എന്നാണ് നോഡ്സ് ഉപയോഗിച്ചിട്ട് ഫിൽഡ് ആണ്, എക്സെപ്റ്റ് ദ ലോവസ്റ്റ് ലെവൽ. ലോവസ്റ്റ് ലെവൽ ഒഴിച്ചിട്ട് ബാക്കി എല്ലാ ലെവലും ഫിൽഡ് ആണ്. ഓൾസോ ഇൻ ദ ലാസ്റ്റ് ഓർ ദ ലോവസ്റ്റ് ലെവൽ ഓഫ് ദിസ് ബൈനറി ട്രീ, every node should possibly reside on the left side. This is the structure. ഇവിടെ നമുക്ക് നോഡ്സ് ഫില്ല് ചെയ്യുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ആയിട്ടാണ് ഫില്ല് ചെയ്യുക. സോ ഇതൊരു കംപ്ലീറ്റ് ബൈനറി ട്രീ ആണ്. എല്ലാ ലെവലും ഫിൽഡ് ആണ്. ലാസ്റ്റ് ലെവൽ വെച്ചിട്ട് ബാക്കി എല്ലാ ലെവലും ഫിൽഡ് ആണ്. ഇതിന്റെ കേസിൽ ഇതിന്റെ ഈ ഒരു ലെവൽ വരെ ഫുൾ ഫിൽഡ് ആണ്. നെക്സ്റ്റ് ലെവലിൽ ലെഫ്റ്റ് ഭാഗത്ത് ആണ് ഉള്ളത്. സോ ഈ ഒരു കേസിൽ ഇവിടെ ഒരു നോഡ് വന്നില്ലെങ്കിൽ അതൊരിക്കലും കംപ്ലീറ്റ് ബൈനറി ട്രീ ആവില്ല. സോ ഇവിടെ ഫില്ല് ചെയ്തു, നെക്സ്റ്റ് ഫില്ല് ചെയ്യുന്നത് അതിന്റെ റൈറ്റിലാണ്, നെക്സ്റ്റ് ഫില്ല് ചെയ്യുന്നത് ഈ നോഡിന്റെ ലെഫ്റ്റിലാണ്. അങ്ങനെ ഉള്ളതാണ് നമ്മൾക്ക് കംപ്ലീറ്റ് ബൈനറി ട്രീ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കേസ് പെർഫെക്റ്റ് ബൈനറി ട്രീ ആണ്. Then perfect binary tree means if all the internal nodes have strictly 2 children and every external or leaf node is at the same level or same depth within the tree. ഈ ഒരു കേസിൽ എല്ലാ ഇന്റേണൽ നോഡ്സും ഫിൽഡ് ആണ്. എല്ലാത്തിനും 2 ചിൽഡ്രൻ നിർബന്ധമായിട്ട് ഉണ്ടാവണം. ലീഫ് നോഡ്സ് എല്ലാം എന്താണ്? സെയിം ലെവലിലും ആയിരിക്കണം, ഒരേ ഡെപ്ത് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതിനെ പെർഫെക്റ്റ് ബൈനറി ട്രീ എന്ന് പറയും. നെക്സ്റ്റ് കേസ് ബാലൻസ്ഡ് ബൈനറി ട്രീ ആണ്. A binary tree is said to be balanced if the tree height is order of log n, where n is the number of nodes. In a balanced binary tree, the height of the left and right subtree
of each node should vary by at most 1. So ഈ ഒരു കേസിൽ avial tree and red black trees ഒക്കെ ഇതിന്റെ എക്സാമ്പിൾ ആണ്. ബൈനറി ട്രീ, ബാലൻസ്ഡ് ബൈനറി ട്രീ, ലെഫ്റ്റും റൈറ്റിന്റെയും ഡെപ്ത് എന്താണ് ബൈ 1 ആയിരിക്കും ഡിഫറൻസ് ഉണ്ടാവുക. അതായത് ഇവിടെ നോക്കാം, ഇതിന്റെ ഡെപ്ത് 1 2 3 ആണ്. സോ ഈ ഒരു കേസിൽ നമുക്ക് എന്തായിരിക്കും 1 2 3 4 ആണ്. ഇത് 1 2 3. സോ ഇവിടെ 4ഉം ഇവിടെ 3ഉം ആണ്. സി അങ്ങനെയാണ് വന്നത് ഹൈറ്റ് ഓഫ് ദി ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സബ്ട്രീ ഓഫ് ഈച്ച് നോഡ്. ഏതൊരു നോഡിന്റെ കേസ് ഈ ഒരു നോഡ് കൺസിഡർ ചെയ്താൽ ഇത് 1 2 ആണ്, ഇവിടുത്തെ കേസിൽ അത് 1 ആണ്. സോ റൈറ്റും ലെഫ്റ്റും തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് ബൈ 1 ആയിരിക്കും, അറ്റ്മോസ്റ്റ് ബൈ 1 ആയിരിക്കും. അതാണ് ബാലൻസ്ഡ് ബൈനറി ട്രീ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഡീജനറേറ്റ് ബൈനറി ട്രീ. A binary tree is said to be degenerate binary tree or pathological binary tree if every internal node has only a single child. എല്ലാ ഇന്റേണൽ നോഡ്സിനും ഒരു സിംഗിൾ ചൈൽഡ് ഉള്ളൂ എങ്കിൽ അതിനെയാണ് നമ്മൾ ഡീജനറേറ്റ് ബൈനറി ട്രീ എന്ന് പറയുന്നത്. സച്ച് ട്രീസ് ആർ സിമിലർ ടു എ ലിങ്ക് ലിസ്റ്റ് പെർഫോമൻസ് വൈസ്. അതായത് നമുക്ക് ഒരു ലിങ്ക് ലിസ്റ്റ് പോലെ ഒരു പാത്ത് മാത്രമാണ് എക്സിസ്റ്റ് ആവുന്നത്. ഓക്കെ, ഏതൊരു നോഡിനും ഒരു പാത്ത് മാത്രമേ എക്സിസ്റ്റ് ആവുന്നുള്ളൂ. അതായത് നമുക്ക് ലിങ്ക് ലിസ്റ്റ് പോലെ തന്നെയാണ്, ഒരു ലീനിയർ റെപ്രസെന്റേഷൻ തന്നെയാണ് ഈ ഒരു കേസിലും വരുന്നത്. അത്തരം ബൈനറി ട്രീ ആണ് ഡീജനറേറ്റ് ബൈനറി ട്രീ എന്ന് പറയുന്നത്.